നമസ്കാരം. ന്യൂസ് ലാബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മറ്റൊരു മാധ്യമവും കാര്യമായി ചർച്ചയ്ക്കെടുക്കാത്തൊരു വിഷയം ഇന്ന് ന്യൂസ് ലാബ് പരിശോധിക്കുകയാണ്. അത് ഡൽഹിയിൽ ആറ്റിക്കുറുക്കിയെടുക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുധാകരൻ ഇടം പിടിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ ന്യൂസ് ലാബ് പരിശോധിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അതിനെതിരായി പോരാടാൻ കേരളത്തിൽ നിന്ന് വിമാനം കയറിപ്പോയവർ തിരികെ കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ന്യൂസ് ലാബിൽ ഈ വിഷയം ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒപ്പമുള്ളത് മാധ്യമ നിരീക്ഷകനായ രാഷ്ട്രീയ നിരീക്ഷകനായ ജയപ്രകാശ് ഭാസ്കരനാണ്. സ്വാഗതം ജയപ്രകാശ് ഭാസ്കരൻ ഈ പരിപാടിയിലേക്ക്. ആദ്യം തന്നെ ഞാൻ മുന്നോട്ട് വെച്ച ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് കെ സുധാകരൻ മത്സരിക്കുന്ന കാര്യം ഇതുവരെ ഉറപ്പാക്കിയിട്ടില്ല, പക്ഷേ കെ സുധാകരൻ മത്സര രംഗത്തേക്ക് വന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് അനുമതി കൊടുത്താൽ അത് എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്? ഇവിടെ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ, അതായത് RSS നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് എങ്ങനെ സമീപിക്കുന്നു? കോൺഗ്രസിന്റെ പ്രമേയങ്ങളിലോ ചില നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലോ ഉള്ള സമീപനമല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായി ഇന്ത്യൻ ഭരണകൂടത്തെ അല്ലെങ്കിൽ നിലവിലുള്ള ഇന്ത്യ ഗവൺമെന്റിനെ എങ്ങനെയാണ് കോൺഗ്രസ് സമീപിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകരം ഭരിക്കുന്ന മറ്റൊരു പാർട്ടി, ഇതിനുപരിയായി ഒരു ഫാഷിസ്റ്റിക് പ്രവണതയുള്ള നമ്മുടെ രാജ്യത്തെ നൂറ്റാണ്ടുകൾ പിറകിലോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അത്യന്തം പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള RSS പോലുള്ള ഒരു കുന്തിരിപ്പൻ സംഘടന നയിക്കുന്ന ഒരു പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നതെന്നുള്ള ഗൗരവത്തോടെയുള്ള ഒരു സമീപനം ഒരു കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് എതിരാളി എന്ന നിലയിൽ പല സംസ്ഥാനങ്ങളിലും അവരുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എതിരാളി എന്ന നിലയിൽ ഉറപ്പായും കോൺഗ്രസിന് ചില സമീപനങ്ങൾ എടുക്കേണ്ടി വരുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയ എതിരാളിയായി ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയമുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്ന തിരിച്ചറിവ് ഒരു കാലത്തും കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ യഥാർത്ഥത്തിൽ മോഡിക്കെതിരായിട്ടുള്ള പോരാട്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായല്ല അവർ ഇവിടെ മത്സരിച്ചത്. ഇവിടെ മത്സരിച്ചത് പോലും മോഡി എന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന ഒരു ഭീതി ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. പക്ഷെ കേരളത്തിലെ വലിയൊരു വിഭാഗം മതനിരപേക്ഷരായ മനുഷ്യർ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് ഒരു സെമി ഫൈനലായിട്ടായിരുന്നു അവരെ കണക്കാക്കി, അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുപക്ഷത്തെ ഒന്ന് ദുർബലപ്പെടുത്തുക. ഇവിടുന്ന് കോൺഗ്രസ് MPമാർ ജയിക്കുകയും അവർ ഇന്ത്യൻ പാർലമെന്റിൽ എത്തുകയും ചെയ്താൽ പാർലമെന്റിൽ ഒരുപക്ഷെ അവർക്ക് സമയക്കുറവ് ആയിരിക്കെ, എന്നാൽ പോലും എത്ര ചെറിയ പാർട്ടികളുടെ പ്രതിനിധികൾ പോലും CPMന്റെയും CPIയുടെയും പ്രതിനിധികൾ നമ്മൾ മുമ്പ് ഉള്ള ചർച്ചകളിൽ പറഞ്ഞിരുന്നു. എത്ര കൃത്യമായ രാഷ്ട്രീയമാണ് ഇന്ത്യൻ പാർലമെന്റിൽ പറയുന്നത്, രാജ്യസഭയിൽ പറയുന്നത്, ലോക്സഭയിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് അവിടെ രാഷ്ട്രീയം പറയുക മാത്രമല്ല, MP എന്ന പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട്, MP എന്ന നിലയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് രാജ്യമൊട്ടാകെ സഞ്ചരിക്കാം. അവർക്ക് വിവിധ ഭാഗങ്ങളിൽ പോയി അവിടങ്ങളിൽ നടക്കുന്ന ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഡൽഹിയിൽ കൂടുതൽ സമയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യരെയാണ് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കുന്നത്, ലോക്സഭയിലേക്ക് അയക്കുന്നത്, രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ഇവർക്ക് അവിടെ കർഷക സമരം, ജാതിക്കെതിരായ സമരങ്ങൾ, പലതരം സമരങ്ങൾ ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടെല്ലാം ഇവർക്ക് നേരിട്ട് ഇടപെടാനും അതുവഴി ഈ പരിവാർ മുന്നോട്ട് വയ്ക്കുന്ന അത്യന്തം അപകടകരമായ ഈ ഫാഷിസ്റ്റിക് പ്രവണതയുള്ള പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെ ഒരു ജനകീയ മുന്നേറ്റം കെട്ടിപ്പടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും MK രാഘവനെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതനിരപേക്ഷരായ വലിയൊരു വിഭാഗം ജനങ്ങൾ അവർ തെറ്റിദ്ധരിച്ചു കോൺഗ്രസിനായിരിക്കും കൂടുതൽ ശക്തിയോടെ ഇതിനെ നേരിടാൻ കഴിയുന്നതെന്ന്, BJP ഭരണത്തെ നേരിടാൻ കഴിയുന്നത്, കോൺഗ്രസ് ഒറ്റക്കക്ഷിയാവുക തുടങ്ങിയ സാങ്കേതികമായ ചില കാര്യങ്ങൾ അവർ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അത്തരം സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ പേരിലാണ് UDF നോട്ട് ചെയ്തത്. പക്ഷേ UDF
അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ആയുധമായി മാത്രം കാണുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ MP-മാർ വീണ്ടും. അതിൽ ചിലരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ അടൂർ പ്രകാശ് കോന്നി അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അവിടുന്ന് രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, പാർലമെന്റ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ടേം കിട്ടി, ലോക്സഭ അധികമായി. പിന്നീട് ലോക്സഭയിൽ നിന്നും രാജിവെച്ച് വീണ്ടും അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് ചെയ്തായിരുന്നു. അല്ല, ഇവരെല്ലാം ഈ മത്സരക്രമങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ആത്യന്തികമായി മനസ്സിലാവുന്ന ഒരു കാര്യം, അടുത്ത തവണ UPA-ക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടുന്നൊരു ഘട്ടം വന്നാൽ അവിടെ മന്ത്രിയാകാം എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. റൂളിംഗ് പാർട്ടികളുടെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. കാരണം സമരം ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഭരണത്തിൻ്റെ ഭാഗമായി കഴിയുക, അതിൻ്റെ തണലിൽ കഴിയുക എന്നുള്ളതാണ് അവരെപ്പോഴും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അത് കേരളം പോലെ സംസ്ഥാനത്ത്, ഇതൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് സംഭവിക്കുകയാണെങ്കിൽ, വേണ്ട കർണാടകയിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ കേരളം പോലെ നവോത്ഥാന മൂല്യങ്ങൾ പകർന്നു നൽകുകയും അതിൻ്റെ പിൻതലമുറക്കാരായി ജീവിച്ചു വരികയും ചെയ്യുന്ന ഒരു വലിയ ജനസഞ്ചയമുള്ള നാടാണ് കേരളം. അവിടെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ ഈ കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയുക? ഉദാഹരണത്തിന് ഇതുവരെയായിട്ടും സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിൻ്റെ ഈ നിമിഷം വരെ, ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ അത് പൂർണ്ണമായിട്ടില്ല. പക്ഷേ അതിൻ്റെ ആറ്റിക്കുറിക്കെടുക്കുന്ന ഒരു പട്ടികയ്ക്ക് വേണ്ടി സതീശൻ വെയിറ്റ് ചെയ്യുകയാണ്. സതീശൻ നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നത് MP-മാർ മത്സരിക്കുന്ന കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ, തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ, അതൊക്കെ AICC നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട സംഗതിയാണല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കെ സുധാകരൻ കൊടുക്കുന്ന സമ്മർദ്ദം അതിശക്തമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കെ സുധാകരൻ കൊടുക്കുന്ന സമ്മർദ്ദം അതിശക്തമാകുമ്പോൾ അതിൻ്റെ ഭാഗമായി ക്ലെയിം ചെയ്യാൻ വേണ്ടി MK രാഘവനും അടൂർ പ്രകാശിനും ഇനിയും മറ്റു പലർക്കും ഒരുപക്ഷെ സാധ്യമായേക്കും. അങ്ങനെ വന്നാൽ വരുന്ന 3.5 വർഷക്കാലത്തെ അല്ലെങ്കിൽ 4 വർഷക്കാലമുള്ള സമയത്തെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ആര് നയിക്കും? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഈ ഫാഷിസത്തിനെതിരെ പോരാട്ടം ആര് നയിക്കും എന്ന ചോദ്യം ഈ രാജ്യത്തിന്റെ ഭാവിയിൽ ഉത്കണ്ഠയുള്ള ഒരു പൗരൻ എന്ന നിലയിലും സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകൾ വളരെ ഉത്തരവാദിത്വത്തോടെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഷാനോസിനും, ഈ രാജ്യത്തെ എനിക്കും എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണമെന്ന് ന്യായമായി ആഗ്രഹിക്കാൻ ബാധ്യസ്ഥനായ എന്നെ പോലൊരു സാധാരണ പൗരനും ആഗ്രഹിക്കാം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അവർ ഇത്തരം ആശങ്കകൾ, പൗരന്മാരുടെ, പൊതുജനങ്ങളുടെ ഇത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കേവലമായ അധികാര കേന്ദ്രീകൃതമായ ഉപജാപങ്ങളിൽ അധിഷ്ഠിതമായ മറ്റൊരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ MP-മാരെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം, CPM-ന്റെ ഉന്നതരായ 2 നേതാക്കന്മാർ, ഒരാൾ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് G. കൃഷ്ണപ്രസാദ്. അതുപോലെ തന്നെ കിസാൻ സഭയിലൂടെ വളർന്നു വന്ന ഡൽഹി ഈ കർഷക സമരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ബിജു കൃഷ്ണൻ. ഇവരൊക്കെ എത്രയോ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം, കേരളവുമായി അവർക്കൊരു ബന്ധവുമില്ല. അവർ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ, എത്ര ചെറിയ പാർട്ടിയാണ് CPM. അപ്പോൾ ആ ചെറിയ പാർട്ടിയായ CPM-നും അവരുടെ കർഷക സംഘടനകൾക്കും ഇതുപോലെ ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്നതിനും രാഷ്ട്രീയ പ്രക്രിയയിൽ ഏർപ്പെടുന്നതിനും സമര രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നതിനും കോൺഗ്രസിന് വേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ വലിയ അധ്വാനം വേണ്ടി വരും. അവരെത്രയോ വലിയ ശ്രമകരമായ രാഷ്ട്രീയ ദൗത്യമാണ് അവരവിടെ നിർവഹിക്കുന്നത്. ശ്രീമതി ബൃന്ദ കാരാട്ട് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും സമരമുഖങ്ങളിൽ അവർ കാണുന്നു. നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ MP എന്ന നിലയിൽ രാജ്യത്തിന്റെ ഏതു ഭാഗത്തും പോയി ഫാഷിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടവർ, അതിന് നമ്മൾ അവസരം കൊടുത്തവർ, അതിന് തെരഞ്ഞെടുത്ത് വിട്ടവർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കേരളത്തിൽ നിന്നും മത്സരിച്ച് ജയിക്കാമെന്നും അതിന് അവർ പ്രതിനിധാനം ചെയ്യുന്ന ജാതിയുമായി ബന്ധപ്പെട്ടൊരു മഠത്തെ പോലും ഇവിടെ ഉപയോഗപ്പെടുത്തി. നമ്മളത് കാണാതിരുന്നൂടാ. ശിവഗിരി മഠം നടത്തിയ ഇടപെടൽ, ഇത് ശിവഗിരി മഠവുമായി, വിശേഷിച്ചും സച്ചിദാനന്ദ സ്വാമികളുമായി ഈ സുധാകരനും അടൂർ പ്രകാശിനും നല്ല ബന്ധമുണ്ട്. കൃത്യമായി അടൂർ പ്രകാശിനെയും കെ സുധാകരനെ മത്സരിപ്പിക്കണമെന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. അവിടുത്തെ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിന്റെ കൂട്ടാഭിപ്രായമല്ലായിരുന്നു. അതായത് എല്ലാത്തരം ഉപജാപങ്ങളും ജാതീയമായും സാമുദായികമായും
സാമ്പത്തിക അധോലോകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും എല്ലാത്തരം സമ്മർദ്ദങ്ങളും ചെലുത്തിക്കൊണ്ട് ഇവിടെ എങ്ങനെയും ഒരു മന്ത്രിയാവുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോൺഗ്രസിന്റെ എംപിമാർ ഇപ്പോൾ മത്സരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ഒരു എംപി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് തുല്യമായ പദവിയാണെന്നാണ്. അധികാരം വേറെ, പക്ഷെ പ്രോട്ടോകോൾ പ്രകാരം ഒരു എംപിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇപ്പോഴും കേരളത്തിലെ എംപിമാർ പറയുന്നത് അവർക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്ന്. അവസരം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്ഥാനത്ത് മന്ത്രിമാരാകാൻ അവസരം ലഭിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അതെ, ഒരു എം പി എന്ന നിലയിൽ പ്രവർത്തിക്കാനാണെങ്കിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണപ്രസാദ്, ബിജു കൃഷ്ണ എംപിമാരല്ല, ബൃന്ദ കാരാട്ട് എം പി അല്ല, പ്രകാശ് കാരാട്ട് എം പി അല്ല. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങൾ എം പി എന്ന നിലയിൽ ഇത്തരം പക്ഷേ എം പിമാരായവരിൽ, ഇടതുപക്ഷത്ത് നിന്ന് എം പിമാരായവരിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ അച്ചടി മാധ്യമരംഗത്തും ദൃശ്യമാധ്യമരംഗത്തും നിറഞ്ഞു നിന്നതിനേക്കാൾ കയ്യടി വാങ്ങുന്ന കാലമാണ് ഇപ്പോൾ. കാരണം രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഇടപെടുന്ന, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നയിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങൾ, പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളായിട്ട് ജോൺ ബ്രിട്ടാസ് മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകൾക്ക് തീ വിലയാണ്, പൊന്നും വിലയാണ്. പല മാധ്യമപ്രവർത്തകരും അത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവരായും പലപ്പോഴും മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് CPM വിരുദ്ധ പറയുന്ന മീഡിയ വൺ ചാനലിലടക്കം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസിനെ ഒരു ഹൈപ്പ് കൊടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ A. റഹീം രാജ്യസഭയ്ക്ക് പുറത്ത്, സഭയ്ക്ക് പുറത്ത് കർണാടകയിൽ നടത്തിയ ഇടപെടൽ നമ്മൾ കണ്ടതല്ലേ. ഇതുപോലെ ഇടപെടാൻ കഴിയുന്ന ആളുകളാണ് ഈ പറയുന്ന ബാക്കി 19 പേരും. അങ്ങനെ ഇടപെടാൻ കഴിയുന്നവരാണ്. പക്ഷേ അവർ അതൊന്നും ഉപയോഗിക്കാതെ അതിന് പകരം കേരളത്തിലേക്ക് തിരിച്ചു വന്ന് കേവലം എന്ന വാക്കുപയോഗിക്കുന്നത് ഒരു 2 തരം ഘടന വെച്ചിട്ടാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒന്ന് ലോക്സഭയും രാജ്യസഭയും നിലനിൽക്കുമ്പോൾ തന്നെ കേരളം പോലൊരു ഒരു സ്ഥലത്ത് വന്ന് അവിടുത്തെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഔത്സുക്യം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവർ തന്നെ ബ്ലാങ്കാണ്, ഒന്നുമില്ല, അവരുടെ മുമ്പിൽ ഒന്നുമില്ല. അവരുടെ മുമ്പിലുള്ളത് അധികാര കസേരകൾ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കില്ല, അല്ലേ? അങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും KC വേണുഗോപാലിനെ മാത്രം നമുക്ക് പരിശോധിച്ചാൽ, KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ ദേശീയ മുഖമാണ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സഭയായ ലോക്സഭയിൽ അദ്ദേഹത്തിന് വേണ്ട വിധം സംസാരിക്കാൻ ആവശ്യത്തിലധികം സമയം കിട്ടും. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതിനധികം എക്സ്പോഷർ കിട്ടും. പക്ഷെ എപ്പോഴെങ്കിലും ഈ KC വേണുഗോപാൽ ഈ ലോക്സഭയിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയതായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? എപ്പോഴെങ്കിലും ഇവർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ സോഷ്യൽ മീഡിയ വഴിയും ഇവർക്ക് പിന്തുണ നൽകുന്ന ചില ഒത്താശ മാധ്യമ പണി ചെയ്യുന്ന ചില മാധ്യമ പ്രവർത്തകരിലൂടെ അത് അപ്പോഴേ പരസ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ, നന്നായി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാവുന്ന തിരുവനന്തപുരം MP ആയ ശശി തരൂർ, നന്നായി ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന ഷാഫി പറമ്പിൽ, ഇവർക്കൊന്നും ഒരു ഘട്ടത്തിലും ഇന്ത്യൻ പാർലമെന്റിൽ അവർ പ്രതിനിധീകരിക്കുന്ന ലോക്സഭയിൽ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്താൻ കഴിയുന്നില്ല. ഇവരുടെ എല്ലാം മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നും മടങ്ങി വരികയും ഇവിടെ മന്ത്രിമാരാവുകയും ചെയ്യുക, അതിന് പറ്റുന്ന ഉപജാപങ്ങളെ കുറിച്ച് മാത്രം അവർ അത് ചിന്തിക്കുകയാണ് അവരുടെ പ്രധാന രാഷ്ട്രീയ ദൗത്യവും രാഷ്ട്രീയ പ്രവർത്തനവും. അപ്പൊ സ്വാഭാവികമായും ഇവിടെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ഇപ്പോൾ സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. സുധാകരനും അടൂർ പ്രകാശിനും മത്സരിക്കാനുള്ള ഒരു അനുമതി നൽകിയേക്കുമെന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും മറ്റ് MP മാർ, അങ്ങനെ ആർക്കെങ്കിലും അവസരം ലഭിക്കണമായിരുന്നെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് നൽകണമായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഇവരെക്കാൾ പാർലമെന്ററി രംഗത്ത് വളരെ സീനിയറാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ പോലൊരു തലയെടുപ്പുള്ള തലപ്പൊക്കമുള്ള ഒരു ദളിത് നേതാവ് കേരളത്തിൽ മന്ത്രിയാകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോഴും MP സ്ഥാനം രാജിവെക്കുക എന്ന ഗുരുതരമായ രാഷ്ട്രീയ കുറ്റകൃത്യം അവിടെ നിലനിൽക്കും. ഞാൻ അതിനെപ്പോലും നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ ചർച്ചയുടെ നേർവിപരീത ദിശയിൽ മാത്രമേ അതിനെപ്പോലും കാണാൻ കഴിയുന്നുള്ളൂ. നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യമാണ്. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന MP മാരിൽ 2 പേർക്ക് മാത്രം അതിന് മാത്രം അവർക്ക് അവസരം നൽകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ സ്വാഭാവികമായത് കേരളത്തിൽ മറ്റൊരുപാട് അനഭിലഷണീയ പ്രവണതകൾക്ക് തുടക്കം കുറിക്കും.
ഒരുപാട് അനഭിലഷണീയ പ്രവണതകൾക്ക് തുടക്കം കുറിക്കുകയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് അത് രാഷ്ട്രീയമായ ഒരുപാട് കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ഇത് മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരള ഭരണം എങ്ങനെ പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങുകയും അവരിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യമായ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം പൂർണ്ണമായും കൈയൊഴിയുകയും ചെയ്തിരിക്കുന്നു. ഇനിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിശ്ചയമായും ഈ കോൺഗ്രസ് MLA-മാർ, ക്ഷമിക്കണം, കോൺഗ്രസ് MP-മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അവർ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുത്തതിന്റെ ചരിത്രം അവർ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ വരുംകാലങ്ങളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ നിന്നും ഒരു കോൺഗ്രസ് പ്രതിനിധിയെ പോലും ലോക്സഭയിലേക്ക് അയക്കാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കൂ. കേരളത്തിലെ ജനങ്ങൾ ആ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന ദേശീയ രാഷ്ട്രീയ കടമ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് കേരളത്തിലെ കേവലമായ അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കോൺഗ്രസിന്റെ MP-മാരെ, അതിനൊത്താശപ്പണി ചെയ്യുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കാനും കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ ഇടപെടുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി കോൺഗ്രസിനും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും ഈ മത്സരിക്കാൻ താല്പര്യം കാണിച്ച മുഴുവൻ ലോക്സഭാ അംഗങ്ങൾക്കും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുന്നതോ അല്ലെങ്കിൽ അവർ ജയിക്കുന്നതോ അല്ലെങ്കിൽ അവർ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുന്നതോ ഒന്നും എൻ്റെ പരിഗണനാ വിഷയമായി വരുന്നില്ല. മറിച്ച് സുധാകരന് മത്സരിക്കാൻ അവസരം കൊടുത്താൽ അത് അനഭിലഷണീയമായ ഒരുപാട് പ്രവണതകൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കും. അത് കോൺഗ്രസ്സിന് തന്നെ നാശമാകും. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്രസക്തമാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ലാബിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.